പ്രിയപ്പെട്ട സ്നാനമേൽക്കുന്നതിനുള്ള കാര്യം സ്നാനത്തിന് മുമ്പ് മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരപ്പെട്ടിട്ടാണ് സ്നാനമേൽക്കേണ്ടത്. കുഞ്ഞുനാളിലെ മാമോദീസ ബൈബിളിക്കലി അപ്പോസ്തലന്മാരുടെ നിയമപ്രകാരം പോഷത്വമാണ്. പ്രിയപ്പെട്ട വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി അവർ സഭയോട് ചേർത്ത് വരുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ, പാപികളുടെ കൂട്ടം സഭയല്ല. യേശുക്രിസ്തു വിശുദ്ധനാണെങ്കിൽ തന്റെ ശരീരമാകുന്ന സഭ വിശുദ്ധമാണ്. നിങ്ങൾ പാപികളും ദോഷികളും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നാൾ നിങ്ങൾ കൈവിട്ടു പോകും. യേശുക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് നിങ്ങൾ ചേർക്കപ്പെട്ടിട്ടില്ല. അവന്റെ മണവാട്ടിയായിട്ട് തീരാവുന്ന വെറുതെ വ്യാമോഹിക്കുകയും വേണ്ട. ആകിയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് അവന്റെ നിന്ന ചുമന്നുകൊണ്ട് അവന്റെ കഷ്ടം സഹിച്ചുകൊണ്ട് അവന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഈ പ്രവാസകാലം നമ്മൾ ഭയത്തോടെ പാപം കൂടാതെ കഴിയുന്നുവെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, ഇന്നാണ് നമ്മുടെ മരണ ദിവസമെങ്കിൽ, അവൻ നമ്മുടെ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം ധരിപ്പിച്ച് 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴുകയും 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. നിത്യാനന്ദം നമ്മുടെ തലമേലിരിക്കും. ഇനി കണ്ണുനീരില്ല, ദുഃഖങ്ങളില്ല, മരണമില്ല, രോഗങ്ങളില്ല, വേദനകളില്ല. എല്ലായ്പ്പോഴും നമ്മൾ പിതാവിനോടും പുത്രനും കൂടെ സന്തോഷിക്കുന്ന ഉല്ലാസ ദിനങ്ങൾ മാത്രമേ ഉള്ളൂ.